മോഹൻലാലിനെ ഗുസ്തിയിൽ തോൽപ്പിച്ച ഒരു പോലീസുകാരനുണ്ട്. സിനിമയിലല്ല കേട്ടോ, ഇത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നതാണ്. മോഹൻലാലിന്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു സംഭവ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. മോഹൻലാലിന്റെ ഫൈറ്റിനെ കുറിച്ച് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല. എത്രയോ ചിത്രങ്ങൾ ഉദാഹരണം. റിയൽ ലൈഫിൽ ഗുസ്തി താരം കൂടിയായിരുന്നു മോഹൻലാൽ. ആ മെയ്വഴക്കം തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തെ അനായാസമായി സിനിമയിൽ ഫൈറ്റ് ചെയ്യാൻ സഹായിച്ചതും. ലാലിനൊപ്പം കോളേജ് കാലത്ത് ഗുസ്തിയിൽ മത്സരിച്ച ഒരു പോലീസുകാരനുണ്ട്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനായ KM ആന്റണി. മത്സരിക്കുക മാത്രമല്ല, സാക്ഷാൽ മോഹൻലാലിനെ തോൽപ്പിക്കുക കൂടി ചെയ്ത ചാമ്പ്യനാണ് അദ്ദേഹം. ആ മത്സരത്തെക്കുറിച്ച് ആന്റണി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചേനപ്പാടി എന്ന ഗ്രാമത്തിലാണ്. ഇവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പ്രീ ഡിഗ്രി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലും ഡിഗ്രി പാല സെന്റ് തോമസ് കോളേജിലും. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പതിവായിരുന്നു. അക്കാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രഗത്ഭന്മാരായ ഗുസ്തി താരങ്ങളുള്ള കോളേജായിരുന്നു പാല സെന്റ് തോമസ് കോളേജ്. ആ ടീമിലേക്ക് എനിക്ക് പ്രവേശനം ലഭിക്കുകയും പരിശീലനം നേടുകയും ചെയ്തു. പല മത്സരങ്ങളിലും പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. 1980 കേരള യൂണിവേഴ്സിറ്റിയുടെ റെസ്ലിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. ബനാറസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഞാനായിരുന്നു ക്യാപ്റ്റൻ. അക്കാലത്ത് മത്സരത്തിന് മോഹൻലാലും എത്തിയിരുന്നു. BCom തിരുവനന്തപുരം MG കോളേജിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം. 19-20 വയസ്സ് പ്രായം. ഗുസ്തി മത്സരത്തിന് ഞാൻ ഇറങ്ങുന്ന അതേ വെയിറ്റ് കാറ്റഗറിയിലാണ് മോഹൻലാലും ഇറങ്ങുന്നത്. ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. 36 സെക്കൻഡ് കൊണ്ട് മോഹൻലാലിനെ കീഴ്പ്പെടുത്തി. അതിനുശേഷം കണ്ണൂരിൽ നടന്ന സ്റ്റേറ്റ് മീറ്റിൽ ഞങ്ങൾ വീണ്ടും കണ്ടു. മോഹൻലാൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ ഏത് വെയിറ്റ് പിടിച്ചാൽ നിനക്ക് ജയിക്കാൻ പറ്റും? ഞാൻ ഈ വെയിറ്റ് പിടിച്ചോട്ടെ, എൻ്റെ വെയിറ്റിൽ തന്നെ ഞാൻ പിടിക്കുകയുള്ളൂ എന്ന മറുപടിയാണ് ഞാൻ നൽകിയത്. ഒരു കാര്യം ചെയ്യാം, വെയിറ്റ് കൂട്ടിപ്പിടിക്കെന്ന് ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു. ഗുസ്തിയിൽ വെയിറ്റ് കൂട്ടി മത്സരത്തിനിറങ്ങാം, കുറഞ്ഞ കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്രകാരം മോഹൻലാൽ ചെയ്തു. അദ്ദേഹം ഭക്ഷണം കഴിച്ച് ശരീരഭാരം കൂട്ടി ഉയർന്ന കാറ്റഗറിയിൽ മത്സരത്തിനിറങ്ങി. അങ്ങനെ മോഹൻലാൽ ഹെവി വെയിറ്റ് കാറ്റഗറിയിൽ 1ാം സമ്മാനവും ഞാൻ ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിൽ 1ാം സമ്മാനവും നേടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം. കാര്യം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് നിങ്ങൾ ഓർത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.